സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി വഅജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാർ, പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാനിൻ്റെ വളരെ പവിത്രമായ ദിനരാത്രികളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവുമായി സുദൃഢമായ ഒരു ബന്ധം കാത്തുസൂക്ഷിക്കുവാൻ ഈ റമളാനിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ സവിശേഷമായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾക്ക് നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അതിലൂടെ നിങ്ങൾ തഖ്വ ആർജിച്ചെടുക്കാം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ്. യാത്രക്കാർക്കും രോഗികൾക്കും ഇളവ് അതിൽ നൽകിയിട്ടുണ്ട് എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫലയസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷദൂൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഞാൻ ഏറ്റവും അടുത്താണ് ഓരോ അടിമയുടെയും, ഏറ്റവും സമീപസ്ഥനാണ്. അതുകൊണ്ട് ചോദിക്കേണ്ടവർക്ക് എന്നോട് ചോദിക്കാം, നാം അവർക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. എന്നിൽ മാത്രം വിശ്വസിക്കുകയും എന്നിൽ നിന്ന് മാത്രം സന്മാർഗം പ്രതീക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമളാനിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുവാനും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ പ്രതിസന്ധികളും അള്ളാഹുവിലേക്ക് ഇറക്കി വയ്ക്കുവാനും പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യകരമായിട്ടുള്ള സുവർണ അവസരമാണ് വിശുദ്ധ റമളാൻ. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് ധാരാളമായിട്ട് ചോദിക്കുവാൻ അവൻ്റെ അടിമകൾ എന്ന നിലയ്ക്ക് നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച്, അവൻ്റെ അടിമകളുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പല ഭാഗങ്ങളിലും വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് ഇദ് യതലക്കൽ മുതലക്കിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഹീദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദയ്യ റഖീബുൻ അതീദ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന മന്ത്രോച്ചാരണങ്ങൾ പോലും സദാസമയം അറിയുകയും അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്താണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ്, അവന്റെ രഹസ്യമായും പരസ്യമായും നന്മകളും തിന്മകളും രേഖപ്പെടുത്തി വെക്കുവാൻ യമീനിലും ഷിമാലിലുമായി കൊണ്ട് രണ്ട് മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമളാനിൽ അള്ളാഹുമായിട്ടുള്ള ആത്മാർത്ഥമായ ബന്ധത്തിലൂടെ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കുവാനും ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നിർവഹിക്കുവാനും ഈ വിശുദ്ധ റമളാനിൽ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാൻ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് എന്നെ വീക്ഷിക്കുവാനോ എന്നെ കാണുവാനോ എന്നെ അറിയുവാനോ കഴിഞ്ഞിട്ടെങ്കിലും ഞാൻ വളരെ ദൂരത്താണ് എന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. നിങ്ങളുടെ ഏറ്റവും അടുത്താണ്. ഒരുപക്ഷെ എൻ്റെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംസാരവും നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കേൾവിയും അള്ളാഹു സസൂക്ഷ്മമായിട്ട് അറിയുകയാണ്. കൂടാതെ കണ്ടനാടിയേക്കാൾ അടുത്താണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു അവന്റെ അടിമകളുമായിട്ട് ബന്ധത്തെ സംബന്ധിച്ച് വിവരിക്കുന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ കണ്ടനാടി എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ തലച്ചോറും മസ്തിഷ്കവും മനുഷ്യന്റെ മൊത്തം നാഡീമുഖങ്ങളെയും ബന്ധിപ്പിക്കുന്ന സൂക്ഷ്മ നാഡിയായി മനുഷ്യന്റെ നാഡികളിൽ മുഖ്യമായിട്ടുള്ള നാഡിയാണ് മനുഷ്യന്റെ കണ്ണാടി എന്ന് പറയുന്നത്. ആ നാടിക്ക് എന്തെങ്കിലും ക്ഷതമോ അപകടങ്ങളോ സംഭവിക്കുമെങ്കിൽ ജീവൻ പോലും അപകടത്തിലേക്ക് എത്തിപ്പെടുന്ന വിധത്തിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നാഡീമുഖത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ നാഡിയേക്കാൾ അടുത്താണെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിവരിക്കാൻ കഴിയാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ബന്ധത്തെ സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ അള്ളാഹു നമ്മളിലേക്ക് ഓടി വരികയും അള്ളാഹുവിലേക്ക് നമ്മളൊരു കൈയെടുക്കുമ്പോൾ അള്ളാഹു ഒരു മുഴ നമ്മളിലേക്ക് അടുക്കുകയും ഒരു മുഴ നമ്മളെ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ ഒരു മാറോട് നമ്മളിലേക്ക് ചേർന്ന് വരുന്ന
സ്ഥിതിവിശേഷമാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ ബന്ധത്തെ സംബന്ധിച്ച് വിവരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ റമളാനിൽ നമുക്ക് അള്ളാഹുവുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അതുപോലെ തന്നെ വിശുദ്ധ റമളാൻ നമുക്ക് തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവാനുള്ള മാസം കൂടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരുപാട് പശ്ചാത്താപങ്ങളുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും സ്വർഗത്തിലെ വിശിഷ്ടമായ അനുഭവങ്ങൾ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഹ്വാനിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ ഭാര്യയും പത്നിയും സ്വർഗത്തിൽ സുന്ദരമായി ജീവിക്കുന്ന സന്ദർഭത്തിൽ ഒരു വൃക്ഷത്തിലെ പഴം ഭക്ഷിക്കരുത് എന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. പക്ഷേ ഇബ്ലീസിന്റെ പ്രേരണ മുഖേന قلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما فلا تقربا هذه الشجرة فتكونا من الظالمين فأزلهما الشيطان فأخرجهما مما كان فيه وقل اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. സ്വർഗത്തിലെ ഇബ്ലീസിന്റെ ഭരണ മുഖേന അദ്ദേഹം ആ വടം ഭക്ഷിക്കുകയും അങ്ങനെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഭൂമിയിലേക്ക് പറഞ്ഞയക്കപ്പെടുമ്പോൾ വെറുതെ ഭൂമിയിൽ ജീവിച്ചാൽ പോരാ, സ്വർഗത്തിൽ ചെയ്തു വെച്ചിട്ടുള്ള തെറ്റിനെ കുറിച്ചുള്ള പശ്ചാത്താപത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഹ്വാനം ചെയ്യുകയാണ്. ആ പ്രാർത്ഥനയാണ് നമ്മുടെ നമസ്കാരങ്ങൾക്ക് ശേഷം അല്ലാഹുമ്മ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് നമ്മൾ നിരന്തരമായിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അല്ലാഹുവുമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നമ്മുടെ ആരാധനാനുഷ്ഠാനങ്ങൾ സുദൃഢമാക്കുകയും ആ ആരാധനാനുഷ്ഠാനങ്ങൾ സൂക്ഷ്മമാക്കുകയും അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കുവാനുമുള്ള വഴികളായിട്ട് പടച്ച തമ്പുരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, വമിനൽ ലൈലി ഫതഹജ്ജദു ബിഹി നാഫിലത്തൻ ലക അസാ അയ്യബ്സുക റബ്ബുക മഖാമൻ മഹ്മൂദാ. രാത്രി ആരാരുമില്ലാത്ത കൂരിരുട്ടിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന നിശാവേളയിൽ നിശബ്ദവേളയിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, രാത്രി എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് നീ എന്നെ നമിക്കുക, നിന്നെ ഞാൻ സുത്യർഹമായ സ്ഥാനത്തേക്ക് എത്തിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആജ്ഞാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാനിൽ നമ്മുടെ തഹജ്ജുദ് നമസ്കാരം എവിടെ എത്തി നിൽക്കുന്നുണ്ട്? കൃത്യമായിട്ട് നമുക്ക് നിർവഹിക്കുവാൻ കഴിയുന്നുണ്ടോ? അതിൽ ഖുർആൻ പാരായണം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ ഒരുപാട് പശ്ചാത്താപത്തിന്റെ പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പ്രവാചകരിൽ വ്യത്യസ്തനായിട്ടുള്ള ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹത്തെ ഇറാഖിലെ നീനവ എന്ന പട്ടണത്തായിരുന്നു മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രബോധകനായി നിയോഗിച്ചത്. അദ്ദേഹം ഒരുപാട് ആളുകളെ സത്യദീനിലേക്ക് വിളിക്കുകയും ആളുകൾ തന്നെ വരാതായപ്പോൾ അദ്ദേഹം ആ രാജ്യം വിട്ട് ഒളിച്ചോടിയ സംഭവം വിശുദ്ധ ഖുർആൻ സൂറത്ത് സാഫാത്തിന്റെ അവസാന ഭാഗങ്ങളിൽ വിവരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒളിച്ചോടി ഭാരം കയറ്റി യാത്ര പുറപ്പെടാൻ വേണ്ടി നിൽക്കുന്ന ഒരു ചരക്ക് കപ്പലിൽ എത്തിപ്പെടുകയും ചരക്ക് കപ്പൽ യാത്രയാകുകയും ചെയ്തപ്പോൾ കപ്പൽ അപകടാവസ്ഥയിലാകി തോന്നിപ്പിക്കുകയും കപ്പലിലെ കപ്പിത്താനും യാത്രക്കാരും ചേർന്നിരുന്നുകൊണ്ട് ഈ കപ്പലിൽ അമിതമായിട്ടുള്ള ഭാരം കയറിയിട്ടുണ്ട്, അതുകൊണ്ട് ആ ഭാരത്ത് പുറന്തള്ളണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് നറുക്കെടുപ്പ് നടത്തുവാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നറുക്കെടുപ്പ് നടത്തുകയും നിർഭാഗ്യവശാൽ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് ആ നറുക്കെടുപ്പിൽ വരികയാണ്. അങ്ങനെ കപ്പലിലെ യാത്രക്കാരും കപ്പിത്താനും എല്ലാവരും ചേർന്നതിനോട് ഇത്രയും മഹാനായ ഒരു വ്യക്തിയെ എങ്ങനെയാണ് കടലിലേക്ക് തള്ളുകയെന്ന് തീരുമാനിക്കുകയും വീണ്ടും ഒരു നറുക്കെടുപ്പ് നടത്തുവാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. രണ്ടാമത്തെ നറുക്കെടുപ്പിലും മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് വരികയാണ്. അങ്ങനെ അദ്ദേഹം സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ആ കപ്പലിൽ നിന്നും കടലിലേക്ക് എടുത്തു ചാടുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കടലിലെ മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയും അദ്ദേഹം ഈ ഇസ്ലാമിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ദേവത്ത് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ അതിപ്രധാനമായിട്ടുള്ള കർമ്മം നിർവഹിക്കാതെ ആ രാജ്യത്ത് നിന്ന് ഒളിച്ചോടി പോയതിന്റെ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കുകയും അദ്ദേഹം ആ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിനോട്
സന്ദർഭത്തിൽ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും പുറന്തള്ളപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ. അദ്ദേഹം പുറന്തള്ളപ്പെടുമ്പോൾ ക്ഷീണിതനായിരുന്നു, അവശനായിരുന്നു. അദ്ദേഹത്തിന് ഭക്ഷിക്കുവാനുള്ള ഭക്ഷണവും അതുപോലെ തന്നെ കുറെ ജനസമൂഹത്തിന് മുന്നിൽ വീണ്ടും പ്രബോധനായിട്ട് നിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ റമദാൻ നമുക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവാനുള്ള ഒരു സുവർണ അവസരമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് പശ്ചാത്താപത്തിന്റെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തെറ്റുകളും കൊടുത്തു മാപ്പ് തരികയും നമ്മുടെ വീഴ്ചകൾ പരിഗണിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.